വൈസ് ചാൻസലർ നിയമനത്തിൽ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന തീരുമാനവുമായി സാങ്കേതിക സർവകലാശാല. KTU ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം പാസാക്കി. കേരള യൂണിവേഴ്സിറ്റിക്ക് പിന്നാലെയാണ് ഡിജിറ്റൽ സർവകലാശാലയുടെ തീരുമാനം. UGC റെഗുലേഷൻ പ്രകാരം സെലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ ചാൻസലർക്ക് അധികാരമില്ല. ഇത് കണക്കിലെടുത്താണ് വൈസ് ചാൻസലർ നിയമനത്തിന് സർവകലാശാല നോമിനിയെ നൽകണമെന്ന ചാൻസലറുടെ ആവശ്യം സാങ്കേതിക സർവകലാശാല ബോർഡ് ഓഫ് ഗവേണൻസ് യോഗം തള്ളിയത്. ഇതു സംബന്ധിച്ച് KTU ബോർഡ് ഓഫ് ഗവേണൻസ് യോഗം പ്രമേയവും അവതരിപ്പിച്ചു. പ്രൊഫസർ G. സജീവ് അവതരിപ്പിച്ച പ്രമേയം യോഗം ഐക്യകണ്ഠേന അംഗീകരിക്കുകയും ചെയ്തു. ഈ വിഷയം സർവകലാശാല ബോർഡ് ഓഫ് ഗവേണേഴ്സ് പരിഗണിക്കുക എന്നുള്ളത് സബ്ജുഡീസ് ആണ് എന്നും അത് പരിഗണിക്കേണ്ടതില്ല എന്നും ചാൻസലർക്ക് ഇത്തരത്തിൽ സർവകലാശാലയോട് ഒരു നോമിനിയെ ആവശ്യപ്പെടുന്നതിനുള്ള അധികാരം ഇല്ല എന്നും അതുകൊണ്ട് തന്നെ ഈ വിഷയം BOG ചർച്ച ചെയ്യേണ്ടതില്ല, അത് പിൻവലിക്കണം എന്നുള്ള പ്രമേയമാണ്, റെസൊല്യൂഷനാണ് മൂവ് ചെയ്തത്. അത് യുനാനിമസ് ആയിട്ട് BOG അംഗീകരിക്കുകയാണ് ചെയ്തത്. UGC റെഗുലേഷൻ പ്രകാരം സംസ്ഥാന നിയമസഭ പാസാക്കിയ ബിൽ പ്രസിഡന്റിന് വിട്ട നടപടിയെ ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കെ ഈ വിഷയം പരിഗണിക്കുന്നത് ഉചിതമല്ലെന്നും പ്രമേയത്തിൽ പറഞ്ഞു. കേരള സർവകലാശാലയ്ക്ക് പിന്നാലെയാണ് സാങ്കേതിക സർവകലാശാലയുടെ ചാൻസലർക്കെതിരെയുള്ള നടപടി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.